എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചോക്ക് കാർവിംഗ് ആണ് കേട്ടോ. വളരെ നല്ല രീതിയിൽ തന്നെ നമുക്കിത് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ആദ്യം തന്നെ നമ്മളൊരു ചോക്കാണ് എടുത്തേക്കുന്നത്. അതിൽ നമുക്ക് വേണ്ട രീതിയിൽ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. വേണ്ടതുപോലെ ഡിസൈൻ ഉണ്ടാക്കാനുള്ള ഭാഗത്ത് നമ്മൾ ഓരോ വരയൊക്കെ ഇട്ട് അതൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സൂചി ഉപയോഗിച്ച് അതിനൊരു ഹോളിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ കുറച്ച് ഹോളായതിന് ശേഷം നമ്മൾ അതിൽ ഡ്രില്ലിൻ്റെ ബിറ്റ് എടുത്തിട്ട് അതുകൊണ്ട് അത്യാവശ്യം വലിയൊരു ഹോൾ ആക്കി എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഏകദേശം ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വേണ്ട രീതിയിൽ ഷേപ്പാക്കി എടുത്തതിന് ശേഷം നമ്മൾ അത് അതിൽ ആദ്യം കാണുന്ന വരയിൽ കട്ട് ചെയ്തിട്ട് അതിനെ കറക്റ്റ് ഷേപ്പ് നമുക്ക് വേണ്ട രീതിയിൽ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ സാവധാനത്തിൽ സൂക്ഷ്മമായിട്ട് ചെയ്തെടുക്കേണ്ട വർക്കാണിത്. എന്നാലേ ഇത് നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകാനാണ് സാധ്യത കൂടുതൽ. വേണ്ട രീതിയിലൊക്കെ നമ്മളൊന്നിത് ചെത്തിയെടുക്കുന്നുണ്ട്. പതിയെ പതിയെ തന്നെയാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. നമുക്ക് വേണ്ട രീതിയിൽ അതിസൂക്ഷ്മമായിട്ട് തന്നെയാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ താഴെയുള്ള 2 പോർഷനും കൂടി നമ്മളിതുപോലെ കട്ട് ചെയ്ത് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചാനൽ കാണുന്നവർ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ഏകദേശം നമുക്കിത് മുഴുവനായിട്ട് തന്നെ കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ താഴെ ഭാഗം കൂടി നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് അതൊന്ന് ഈ കത്തിയെടുത്ത് മുറിച്ച് കറക്റ്റ് ഷേപ്പാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതിസൂക്ഷ്മമായിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതാണ് ഫൈനൽ ലുക്ക്. നമുക്കിത് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് എങ്ങനെയുണ്ടെന്നുള്ളതൊക്കെ കൂട്ടുകാർ അഭിപ്രായങ്ങളിലൂടെ ഒന്ന് അറിയിക്കുക. തുടർന്ന് നമുക്ക് ഇത്തരം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ വാച്ച് ചെയ്തതിന് എല്ലാവർക്കും നന്ദി.